കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഇന്നൊരു പുതിയ കഥ കേട്ടാലോ? ആരൊക്കെയാ എൻ്റെ കൂടെ കഥ കേൾക്കാനുള്ളത്? ഇന്നത്തെ കഥ ആരുടെയാണെന്നോ? ഒരു മടിയനായ പുത്രൻ്റെ കഥ. ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ വളരെ സാധാരണക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നു. അവർ വളരെ കഠിനാധ്വാനികളായിരുന്നു. കൃഷിയായിരുന്നു അവരുടെ പ്രധാന ജോലി. ഒരുപാട് സ്ഥലങ്ങൾ വാടകയ്ക്കെടുത്തും അവർക്കുള്ള സ്ഥലത്തും ഒക്കെ അവർ നന്നായി കൃഷി ചെയ്യുകയും അതിനുവേണ്ടി നന്നായി അധ്വാനിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും അവർ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂട്ടിക്കൂട്ടി വെച്ച് വളരെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലെത്തി. ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടിയിട്ടും അവർക്കൊരിക്കലും സന്തോഷിക്കാനായില്ല. കാരണം അവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ആകെ വിഷമിച്ച് ജീവിക്കുന്നതിനിടയിൽ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അത് ഒരു മകനായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഉണ്ണിയായതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ഒരു മുടക്കവും കൂടാതെ അവന് സാധിച്ചു കൊടുത്തു. വലുതായി വരുന്തോറും ഇത് തുടർന്നു പോന്നു. അവൻ എന്തു വേണമെന്ന് എപ്പോൾ പറഞ്ഞാലും മുന്നും പിന്നും നോക്കാതെ അതിന് എത്ര രൂപയായാലും അവർ അത് വാങ്ങിച്ചു കൊടുക്കുകയും അവൻ്റെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ യാതൊരു താമസവുമില്ലാതെ സാധിച്ചും കൊടുത്തും പോന്നു. പക്ഷേ പിന്നീടാണ് അദ്ദേഹം ചെയ്തത് ഒരു തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായത്. കാരണം എന്താണെന്നോ? മകൻ വളർന്ന് വലുതായിട്ടും ഇപ്പോഴും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു. കൂടാതെയോ എന്താവശ്യവും അവൻ പറയുമ്പോൾ തന്നെ ചെറുതിലേ ഉള്ള പോലെ തന്നെ നടത്തി കിട്ടണം. ഇനി കൊടുക്കുന്ന കാശോ അവൻ അവിടെയും ഇവിടെയും കൂട്ടുകൂടി കൊണ്ടുപോയി നശിപ്പിച്ചു കളയും. ധൂർത്തായിരുന്നു അവൻ്റെ പ്രധാന പ്രശ്നം. ആ ദമ്പതികൾ പല രീതിയിൽ മകനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവൻ തൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല. അങ്ങനെ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണെന്നോ? ഒരു ദിവസം മകൻ എന്തോ ആവശ്യത്തിന് വന്ന് പൈസ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ 1 രൂപ പോലും തരില്ല. എൻ്റെ സ്വത്തുക്കളോ എൻ്റെ സമ്പാദ്യമോ ഒന്നും നിനക്ക് തരില്ല. ഇനി അഥവാ നിനക്കത് വേണമെങ്കിൽ നിനക്ക് സ്വന്തമായി അധ്വാനിച്ച് വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് വരുവോളം നീ ഇനി എന്നോട് ഒരു കാര്യത്തിനും പൈസ ചോദിക്കണ്ട. എനിക്ക് അത് മനസ്സിലായാൽ ഉറപ്പായും എൻ്റെ സമ്പാദ്യം മുഴുവനും നിനക്കാണ് എന്ന് പറഞ്ഞു. അച്ഛനോടുള്ള വാശിക്കും കൂടാതെ സമ്പാദ്യം ആവശ്യമായതിനാലും അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. കുറേ അലഞ്ഞു തിരിഞ്ഞവൻ ജോലി അന്വേഷിച്ചു. പക്ഷേ പഠിച്ചിരുന്ന സമയത്ത് വൃത്തിയായി പഠിക്കാത്തതിനാലും ഉഴപ്പി നടന്നതിനാലും അവനൊരു ജോലി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി. അവസാനം സാധനങ്ങൾ ഇറക്കുന്ന ചന്തയിൽ പോയി അവിടെ സാധനങ്ങൾ ചുമടുകളായി എടുത്ത് കടയിലെത്തിക്കുന്ന ജോലി അവന് കിട്ടി. ആദ്യത്തെ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവന് വെറും 35 രൂപയേ കിട്ടിയുള്ളൂ. അത്രയും ചെറിയ പൈസയാണെങ്കിലും താൻ അധ്വാനിച്ച് കിട്ടിയതാണല്ലോ എന്നോർത്ത് അവനത് വാങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ പൈസ കൊടുത്തു. പക്ഷേ അയാളുടെ അച്ഛൻ എന്തു ചെയ്തെന്നോ? അത് നേരെ തൊട്ടടുത്തുള്ള കിണറിലേക്ക് ഒരേറ് വെച്ച് കൊടുത്തു. ആ മകന് നല്ല ദേഷ്യം വന്നു. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസവും അതേ ജോലിയും അതേ സമ്പാദ്യവും അവന് കിട്ടി. അച്ഛൻ എന്നത്തെയും പോലെ അന്നും അങ്ങനെ തന്നെ ചെയ്തു. ഇതൊരു 3-4 ദിവസം തുടർന്നു. പിന്നെ അവൻ വിചാരിച്ചു, വളരെ കുറവ് കൂലി കിട്ടുന്നതിനാലാണോ ഇനി അച്ഛൻ അങ്ങനെ ചെയ്തത്? ഒന്നും പറയുന്നുമില്ല. പിന്നീട് അവൻ മറ്റൊരു ജോലി തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും കിട്ടുന്ന പൈസ അച്ഛൻ എറിഞ്ഞ് കിണറ്റിലേക്ക് ഇടുന്നതിനാൽ സഹികെട്ട് അവൻ ഒരു ദിവസം അവൻ്റെ അച്ഛനോട് ചോദിച്ചു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ അങ്ങ് ഒരു കാര്യവുമില്ലാതെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കളയുന്നു. എൻ്റെ അധ്വാനം വെറുതെ പാഴായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. ആ പണത്തിന് എത്ര മൂല്യമുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ എല്ലുമുറിയെ പണിയെടുത്ത്
ഞാനും നിൻ്റെ അമ്മയും കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നീ ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അത് ധൂർത്തടിച്ച് കളഞ്ഞപ്പോൾ എനിക്ക് എത്ര വിഷമമുണ്ടായി കാണും. ഇത്രയും നിസ്സാരമായൊരു പൈസ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് എത്ര ദേഷ്യം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ മകന് തൻ്റെ തെറ്റ് മനസ്സിലായത്. അയാൾ അച്ഛൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ആവശ്യമില്ലാതെ പണം ധൂർത്തടിച്ച് കളയുകയില്ല. പിന്നെയോ ഞാനിനി നന്നായി അധ്വാനിച്ച് ജീവിച്ചോളാമെന്ന് അവൻ്റെ അച്ഛന് വാക്ക് കൊടുത്തു. അങ്ങനെ ആ അച്ഛനും അമ്മയും സന്തോഷത്തോടെ തൻ്റെ എല്ലാ സമ്പത്തുകളും മകന് കൊടുത്തു. പക്ഷേ അത്രയും സമ്പത്തുകൾ കിട്ടിയിട്ടും പിന്നീടുള്ള കാലം ആ മകൻ നന്നായി അധ്വാനിച്ച് ജോലിയെടുത്ത് തന്നെ ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിന് ഒരു വിലയും ഉണ്ടാവില്ല പലപ്പോഴും, നമുക്കത് വെറുതെ കിട്ടുന്നതാണെങ്കിൽ. പക്ഷേ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നന്നായി ജോലി ചെയ്ത് നമുക്ക് പൈസ കിട്ടുമ്പോൾ എന്തായാലും നമുക്കതിന് വിലയുണ്ടാകും. കാരണം എന്താ? അതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് നന്നായി മനസ്സിലാവും, അല്ലേ? അതുകൊണ്ട് വെറുതെ കിട്ടുന്നതാണെന്ന് വെച്ചിട്ട് അനാവശ്യമായി പൈസ ചിലവാക്കരുത്, കേട്ടോ? എപ്പോഴും അവൻ ആവശ്യത്തിന് മാത്രമുള്ള പൈസ മാത്രം ഉപയോഗിക്കുക. ഓ, അച്ഛനും അമ്മയും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പൈസ തരും, അതുകൊണ്ട് എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് ആ കളിപ്പാട്ടം വേണം, എനിക്ക് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവരെ ബുദ്ധിമുട്ടിലാക്കരുത്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? അതുകൊണ്ട് ഇനി മുതൽ ആവശ്യത്തിന് മാത്രമേ പണം ഉപയോഗിക്കൂ എന്നൊരു തീരുമാനത്തിലെത്തണം, കേട്ടോ? അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.